ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 55 ഇഞ്ച് ടി വി ആണ് നോക്കുന്നത്. ഇന്നത്തെ കാലത്ത് വലിയ ടി വി സൈസിൻ്റെ ഒരു ഇൻക്രീസിങ് പോപ്പുലാരിറ്റിയും 43 ഇഞ്ചിൽ നിന്ന് കുറച്ചും കൂടെ ഒരു ബഡ്ജറ്റ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വലിയൊരു സൈസ് ടി വിയിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് കൊണ്ടും 65ലേക്ക് പോകുമ്പോൾ വളരെയധികം ബഡ്ജറ്റ് പുഷ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടുമാണ് 55 ഇഞ്ച് വളരെയധികം ഇപ്പോൾ പോപ്പുലറായി വരുന്നത്. ഏറ്റവും അധികം കമ്പനീസ് മോഡൽസ് ഇറക്കുന്നതും ഈ ഒരു 55 ഇഞ്ച് കാറ്റഗറി തന്നെയാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിൽ എടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് 55 ഇഞ്ച് ടി വി ഏതാണ്, അതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. വെൽക്കം ബാക്ക് ടു ഗിസ്മോങ്ക്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 32 ഇഞ്ചും 43 ഇഞ്ചും ടി വി ചെയ്തു. ആ വീഡിയോക്ക് കുറേ അധികം ആൾക്കാർ കമൻറ്റ് ചെയ്തു, പല ഡൗട്ട്സും ചോദിച്ചു. അതൊക്കെ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ OLED ആണ് ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി ടി വികളിൽ. ഇപ്പോൾ മൈക്രോ RGB അങ്ങനെയുള്ള ടെക്നോളജികളും ഏകദേശം ഈ ഒരു ടെക്നോളജിക്കൽ ലെവലിൽ തന്നെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അതിന് താഴെ വരുന്നതാണ് മിനി LED. മിനി LED എന്ന് പറയുന്നത് ഒരു QLEDയുടെ വകഭേദമാണ്. എങ്കിലും മിനി LEDക്ക് നല്ല ഒരു ലോക്കൽ ഡിമ്മിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചുറ്റുമുള്ള LED ലൈറ്റ്സ് കൺട്രോൾ ചെയ്യാനുള്ള കേപ്പബിലിറ്റി കൂടുതലായി കിട്ടും. അതുകൊണ്ട് തന്നെ QLEDയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ലെവൽസ് കിട്ടുന്നത് മിനി LEDയിലാണ്. ബ്രൈറ്റ്നസ്സും താരതമ്യേന കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിൽ നമുക്ക് എന്തായാലും കിട്ടുകയാണെങ്കിൽ മിനി LED തന്നെ വാങ്ങുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ പോലെ 43യിൽ തന്നെ കുറച്ച് ഫേക്ക് മാർക്കറ്റിംഗ് ടേംസ് ഒക്കെ ആണെങ്കിലും 43 ഇഞ്ചിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് മിനി LED. ഏറ്റവും പോപ്പുലർ സൈസ് ആയതുകൊണ്ട് തന്നെ കമ്പനീസ് ഒക്കെ ഇഷ്ടം പോലെ മിനി LEDs ഈ ഒരു കാറ്റഗറിയിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ മിനി LEDസും QLEDസും ആണ് അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഏകദേശം ഈ ഒരു ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്നത്. ബഡ്ജറ്റ് ഒരു പ്രശ്നമേ അല്ല. പിക്ചർ ക്വാളിറ്റിയാണ് ഏറ്റവും ബെസ്റ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ഒരു 55 ഇഞ്ച് OLEDക്ക് പോകുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നിങ്ങൾക്കത് പറഞ്ഞു തരാൻ തന്നെ ഇത്ര അധികം മോഡൽസ് കൂടുതലുള്ളത് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിതെല്ലാം ഒരു മാപ്പിംഗ് ചെയ്തിട്ട് ഒരു ക്വാഡ്രൻറ്റിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഗ്രാഫ് വൈസ് നമുക്ക് കാണിച്ചു തരാം ഏതാണ് ഇതിൽ ഏറ്റവും കുറച്ചും കൂടെ ബെസ്റ്റ് ആയിട്ടുള്ളത് എന്ന്. അപ്പോൾ ഈ കാണുന്നത് നമ്മളൊരു 55 ഇഞ്ചിൻ്റെ ഒരു കമ്പാരിസൺ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു താഴത്തെ ഒരു ആക്സസിൽ കാണുന്നത് ഏകദേശം റഫ് പ്രൈസാണ്. മുകളിൽ Y ആക്സസിൽ നിങ്ങൾക്ക് കാണാം കേപ്പബിലിറ്റി സ്കോർ. അപ്പോൾ എത്ര മാത്രം ഈ ഒരു ടി വിക്ക് കേപ്പബിലിറ്റി ഉണ്ടോ അത്രയും ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് ഉയരുന്നതാണ്. എത്ര എക്സ്പെൻസീവ് ആവുന്നോ അത്രയും നമ്മൾ റൈറ്റിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഈ മൂലക്ക് കാണുന്നത് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ടി വികളാണ് 55 ഇഞ്ചിൽ ഇന്നിപ്പോൾ മാർക്കറ്റിലുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കേപ്പബിലിറ്റീൻ്റെ കൂട്ടത്തിൽ നോക്കിയാൽ ഏറ്റവും ഫസ്റ്റ് റാങ്ക് ചെയ്തിരുന്നത് സാംസങ്ങിൻ്റെ S95H എന്ന് പറഞ്ഞ മോഡലാണ്. സാംസങ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം സാംസങ് വളരെ മോശമായിട്ടാണ് ടി വി മോഡൽസ് കൊണ്ടുവന്നത്. വളരെയധികം വലിയ ഗ്യാപ്പും മീഡിയോക്കർ ടെക്നോളജിക്ക് ഭയങ്കര എക്സ്പെൻസീവായിട്ട് അവർ പ്രൈസ് ഇട്ടിട്ടും ഒക്കെ കൂടെ ആയിട്ട് വളരെ മോശമായിരുന്നു സാംസങ്ങിൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ പെർഫോമൻസ്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ചും കൂടെ ഒരു ബാക്ക് വിത്ത് വെഞ്ചൻസ് എന്ന് പറഞ്ഞ പോലെയാണ് സാംസങ് വന്നിട്ടുള്ളത്. നല്ല കുറച്ച് മോഡൽസ് സാംസങ് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രീമിയം ഏരിയയിൽ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മൂലക്കുള്ളത് ഈ ഒരു ഏരിയ. ഇതിൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ടി വിസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വയലറ്റ് കളറിൽ കാണുന്നതൊക്കെ OLED ടി വിസാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാം പ്രൈസും കൂടുതലാണ്. ഏറ്റവും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രൈസ് മാക്സിമം വരുന്ന ഭാഗമാണ് 1 ലക്ഷത്തിന് മുകളിൽ, ഒരു 2 ലക്ഷത്തിൻ്റെ 1 ലക്ഷത്തിൻ്റെ ഇടയിൽ വരുന്ന റേഞ്ചിലാണ് ഇത് വന്ന് കിടക്കുന്നത്. മാത്രമല്ല പക്ഷേ കേപ്പബിലിറ്റി സ്കോർ നോക്കിയാലോ ഏകദേശം 75 to 90% ഇടയിലാണ് ഈ ഒരു ഫുള്ള് മാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ S95H എന്ന് പറഞ്ഞ OLED മോഡലാണ്. ഇപ്രാവശ്യം സാംസങ് S95Hഉം S90H എന്ന് പറഞ്ഞ 2 മോഡലും പിന്നെ അതിൻ്റെ ഒരു എൻട്രി ലെവൽ എന്നുള്ളത് S85Hഉം അങ്ങനെ 3 OLED മോഡൽസ് ആണ് ഇപ്രാവശ്യം സാംസങ് ഇറക്കിയിരിക്കുന്നത്. ഇത് എല്ലാ സൈസിലും ലഭ്യമാണ്. 55 ഇഞ്ചിൽ എന്തായാലും നമ്മൾ അത് ഇപ്രാവശ്യം നോക്കുന്നതുകൊണ്ട് അതിലുമുണ്ട്. OLED ഒന്ന് എന്തായാലും വേണമെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരാൾ S85H നോക്കിക്കോളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏറ്റവും ടോപ്പ് ബെസ്റ്റ് സാധനം വേണമെങ്കിൽ S95H ആണ്. സാംസങ്ങിൽ S95H എന്ന് പറഞ്ഞ മോഡലും അതിന് നേരെ താഴെ വന്നിരിക്കുന്ന S90H എന്ന് പറഞ്ഞ മോഡലിലും മാറ്റ് സ്ക്രീനാണ്. നിങ്ങൾ എന്തായാലും ടി വി വാങ്ങുന്നതിന് മുന്നേ മാറ്റ് ആണോ ഗ്ലോസി ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് ഷോറൂമിൽ പോയി കണ്ടു നോക്കുക. അപ്പോൾ എന്തായാലും S95H ആണ് നമ്മുടെ ഏറ്റവും ടോപ്പായിട്ടുള്ള മോഡൽ. പിന്നുള്ളത് LGൻ്റെ G6 എന്ന് പറഞ്ഞ മോഡലാണ്. G സീരീസ് ആണ് LGൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻറ്റ്. അപ്പോൾ അതിൽ G6 എന്ന് പറഞ്ഞ മോഡലാണ് ഏറ്റവും ബെസ്റ്റായിട്ട് രണ്ടാമത്തെ സ്ഥാനത്തുള്ളത്. മൂന്നാമത്തത്
കഴിഞ്ഞ കൊല്ലത്തെ LG G5 എന്തായാലും ലാസ്റ്റ് സ്റ്റോക്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഈ ഒരു ഓണത്തിൻ്റെ സമയത്ത് നല്ല ഡിസ്കൗണ്ട്സ് കിട്ടും. G5 G4 കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ബഡ്ജറ്റ് കുറച്ചും കൂടെ കുറഞ്ഞു കിട്ടും. പക്ഷേ കഴിഞ്ഞ കൊല്ലത്തെയും അതിൻ്റെ മുന്നത്തെ കൊല്ലത്തെയും ഒക്കെ ഫ്ലാഗ്ഷിപ്പ് മോഡൽസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ സാധിക്കുക. പിന്നുള്ളത് LGൻ്റെ C സീരീസ്, LG C6, അതായത് ജീൻ്റെ നേരെ താഴെയുള്ള. അപ്പോൾ LGൻ്റെ മോഡൽസ് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഏറ്റവും ടോപ്പ് G സീരീസ് ആയിരിക്കും. G6 എന്ന് പറയുമ്പോൾ 2026 ലാസ്റ്റ് 6 വരുന്നുണ്ട്. G5 ആകുമ്പോൾ 2025 ലാസ്റ്റ് 5 അങ്ങനെ. പിന്നെ അതിൻ്റെ താഴെയുള്ളത് C സീരീസ്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. G സീരീസ് ആയാലും C സീരീസ് ആയാലും ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള OLED മോഡൽസ് തന്നെയാണ് LGയിൽ നിന്ന്. സാംസങ്ങിൻ്റെ മോഡൽസ് S95F, S90F, ഇപ്പോഴത്തെ ഉള്ളത് F സീരീസ് ആണ് 2026. കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ സാംസങ്ങിൻ്റെ മോഡൽസ് H ആണ് ലാസ്റ്റ് എൻഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു OLED മോഡൽസ് ഏറ്റവും ടോപ്പ് എബവ് 1 lakh നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന മോഡൽസ്. അപ്പോൾ OLEDൻ്റെ എല്ലാ മോഡൽസും നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്നത് മിനി LED മോഡൽസാണ്. ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഏറ്റവും അധികം ഈ ഒരു കോർണറിലുള്ളത് OLED. ഇപ്പോൾ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ലെഫ്റ്റ് ക്വാഡ്രൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വാല്യൂ പെർഫോമൻസ് എന്ന് പറഞ്ഞ് ഈ ഒരു ക്വാഡ്രൻറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കുറേ അധികം മിനി LED, യെല്ലോ കളറിൽ കാണുന്നതൊക്കെ മിനി LED TVs ആണ്. നിങ്ങൾക്ക് കാണാം ഒരു 50,000 to 1 lakh റേഞ്ചിലാണ് ഈ ഒരു കംപ്ലീറ്റ് ഇത് സ്പ്രെഡായി കിടക്കുന്നത്. കോസ്റ്റ്ലിയസ്റ്റ് ആയിട്ട് മിനി LED കാണുന്നത് സോണീൻ്റെ മിനി LEDs ആണ്. നമ്മുടെ റാങ്കിങ് ലിസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ TCL C7L എന്ന് പറയുന്നത് ഒരു നല്ല മിനി LED മോഡലാണ്. ഇപ്പോഴത്തെ ഫ്ലാഗ്ഷിപ്പ് മോഡൽ എന്ന് തന്നെ പറയാം. കുറേ ഡിമ്മിങ് സോൺസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മോഡലാണ്. ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ എന്തായാലും C7L തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് മിനി LED TV ഈ ഒരു റേഞ്ചിൽ നമുക്ക് എടുക്കാൻ പറ്റിയത്. അതല്ലെങ്കിൽ പിന്നെ സോണി ബ്രാവിയ 7 ഉണ്ട്, ബ്രാവിയ 5 ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രാവിയ 3ഉം ബ്രാവിയ 2ഉം ഡയറക്റ്റ് LED ആണ്, നോർമൽ LED ആണ്. കഴിഞ്ഞ വീഡിയോക്കൊക്കെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രാവിയ 3ഉം ബ്രാവിയ 2ഉം ഒക്കെ എന്താ ഒപ്പീനിയൻ എന്ന്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിന് പോകാതെ, കാരണം അതിന് വളരെ കൂടുതൽ നിങ്ങൾ പ്രൈസും കൊടുക്കണം. ഒരു സാധാരണ നോർമൽ LEDക്കാണ് നിങ്ങൾ ആ പൈസ കൊടുക്കുന്നത്. പിന്നെ സോണീൻ്റെ X1 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് അതിലുള്ളത്. സോണീൻ്റെ ബ്രാവിയ 5, ബ്രാവിയ 7 മുതൽ മുകളിലേക്കുള്ള മോഡൽസിലൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള XR എന്ന് പറഞ്ഞ പ്രോസസ്സറാണുള്ളത്. പിന്നെ ഉള്ളത് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ LGൻ്റെ B സീരീസ് B4 എന്ന് പറഞ്ഞ മോഡൽ ഉണ്ടെങ്കിൽ അതും എടുക്കാം. അത് OLED മോഡലാണ്, നല്ലൊരു മോഡൽ തന്നെയാണ്. സാംസങ്ങിൻ്റെയും LGൻ്റെയും മോഡൽസ് ഈ ഒരു റാങ്കിങ്ങിൽ ലിസ്റ്റിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം ട്രൂ മിനി LED ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സാംസങ്ങിൻ്റെ ആ ഒരു കളർ പ്രോസസ്സിങ്ങും പാനലും സർവീസും എല്ലാ കാര്യങ്ങളും കൊണ്ട് തന്നെ നമുക്ക് ആക്ച്വലി നിങ്ങൾക്ക് അത്രയും പൈസ കൊടുക്കാം ആ ഒരു ബ്രാൻഡിന് എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ കൺസിഡർ ചെയ്യാം. പിന്നെ സാംസങ് എപ്പോഴും ആലോചിക്കുക ഡോൾബി വിഷൻ ഉണ്ടാകില്ല, HDRും മാക്സിമം HDR 10+ ഉണ്ടാവുക. LGയിൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മോഡൽസിലൊക്കെ നമുക്ക് ഡോൾബി വിഷൻ കിട്ടുന്നതാണ്. പിന്നെ കുറച്ച് ഹൈസൻസിൻ്റെ മോഡൽസ് നമുക്കിതിൽ കാണാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹൈസൻസ് E8S എന്ന് പറയുന്നത് 2026 ഇറങ്ങിയ മോഡൽസാണ്. ഹൈസൻസ് U7 SE എന്നുള്ളത് TCLൻ്റെ C6K എന്ന് പറഞ്ഞ മോഡലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് TCLൻ്റെ A400M പിന്നെ ഇവിടെ കാണുന്ന A400 Proയും. ഈ രണ്ട് മോഡൽസും നല്ലതാണ്. നോർമൽ A400 എടുക്കേണ്ട, മുകളിലുള്ള A400Mഉം A400 Proയും ആണുള്ളത്. അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ A400 Pro ഒരു നല്ല ഓപ്ഷനാണ്. എനിക്ക് തോന്നുന്നു അറൗണ്ട് 60 സംതിങ് എന്താണ് അതിൻ്റെ വില ഇപ്പോൾ ഓഫ്ലൈൻ ഷോപ്സിലൊക്കെ വരുന്നത്. TCLൻ്റെ Q6E എന്ന് പറയുന്നത് അത് കഴിഞ്ഞ കൊല്ലത്തെ മോഡലാണ്, പക്ഷേ എങ്കിലും നല്ല തരക്കേടില്ലാത്ത മോഡലാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ആമസോണിലൊക്കെ നല്ല ഓഫറിൽ സംഭവം വെക്കുന്നുണ്ട് ഈ ഫ്രീഡം സെയിലിനൊക്കെ. TCL ഇനിയും കുറേ മോഡൽസ് ഇറക്കാനുണ്ട്, C8L എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഇനിയിപ്പം ദീപാവലി, ദസറ ആ ഒരു ടൈമിലായിരിക്കും, നോർത്ത് ഇന്ത്യയിലെ ഫെസ്റ്റിവൽസിനോടൊക്കെ കോയിൻസൈഡ് ചെയ്തിട്ടായിരിക്കും TCLൻ്റെ കുറച്ചും കൂടുതൽ മോഡൽസ് ലോഞ്ച് വരിക. അപ്പം TCL ആണ് എടുക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ കുറച്ച് മാസം കൂടെ വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആ സമയത്ത് കുറച്ചും കൂടെ ഓൺലൈൻ ഓഫേഴ്സും കൂടുതലായിരിക്കും. പിന്നെ TCLൻ്റെ ഓൺലൈൻ മോഡൽസായി T89C, പിന്നെ T89D, T8D, P8L ഇതെല്ലാം നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാം കുറച്ചും കൂടെ ഒരു ബഡ്ജറ്റിൽ നിൽക്കുന്ന മോഡൽസ് ആയിരിക്കും. പ്രൈസ് എന്തുകൊണ്ടാണ് സ്പെസിഫിക്കലി പറയാത്തതെന്ന് വെച്ചാൽ ഭയങ്കര അധികം വേരിയേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ പ്രൈസസ് നമ്മൾ പറഞ്ഞതിന് ശേഷം പിന്നെ എന്തെങ്കിലും ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സെയിൽ സമയത്തൊക്കെ വരുമ്പോൾ ഈ ഒരു റാങ്കിങ്ങിൻ്റെ ബേസിസിൽ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മോഡൽസ് നിങ്ങൾ പോകുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ TCLൻ്റെ P8L വരെയാണ് മറ്റേ മിനി LED വരുന്നത്. P7Lലേക്ക് പോകുമ്പോൾ അത് നോർമൽ QLED ആയി
മാറുകയാണ്. അപ്പോൾ ലോക്കൽ ഡിമ്മിങ് സോൺസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ P7L മുതൽ താഴേക്കുള്ള മോഡൽസ് ഒക്കെ നോർമൽ QLED ആയിരിക്കും. ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്ന പോലെ TCLന്റെ P7L സമറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ സാംസങ്ങിന്റെ QLED മോഡൽസ് ആണ് ഇപ്രാവശ്യം കുറച്ചും കൂടി OLEDകളുടെ ഇടയിൽ പ്രൈസ് ടു പിക്ചർ ക്വാളിറ്റി റേഷ്യോ നല്ലത്, മാച്ച് സ്ക്രീന് കിട്ടും, ആൻറ്റി റിഫ്ലക്റ്റീവ് ഇതൊക്കെയാണ്. പിന്നെ ഉള്ളത് LGന്റെ ആസ് യൂഷ്വൽ എല്ലാ കാലത്തുള്ള G സീരീസ്, പിന്നെ C സീരീസ്, പിന്നെ B സീരീസ്. അപ്പോൾ അതിൽ ഏതാ നിങ്ങളൊരു ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഏറ്റവും താഴെ റേഞ്ചിൽ ചിലപ്പോൾ 1 lakhന് അടിയിൽ താഴെ നമുക്ക് B4 എന്നുള്ള മോഡൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. പഴയ കൊല്ലത്തെ മോഡൽസ് LGൻ്റെത് അല്ലെങ്കിൽ സാംസങ്ങിന് കിട്ടുമെങ്കിൽ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു പ്രീമിയം മിനി LED മോഡൽസിലേക്ക് വരികയാണെങ്കിൽ TCLന്റെ C7L, സോണിൻ്റെ ബ്രാവിയ 5, ബ്രാവിയ 7 സീരീസ്, അപ്പം പിന്നെ TCLന്റെ C6K കഴിഞ്ഞ കൊല്ലത്തെ മോഡൽ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കൊരു കൺസിഡർ ചെയ്യാൻ പറ്റിയ നല്ലൊരു മോഡൽസ്. പിന്നെ TCLന്റെ A400 Pro മോഡൽസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ബാക്കി ഹൈസെൻസിൻ്റെ മോഡൽസ് കമ്പയർ ചെയ്തിട്ട് എടുക്കേണ്ടി വരും. ഹൈസെൻസിന് എപ്പോഴും S ലാസ്റ്റ് വരുന്ന മോഡൽസ് ആയിരിക്കും 2026 മോഡൽസ്. പിന്നെ കുറച്ചുള്ള നോർമൽ QLED മോഡൽസ് T89C, T89D, പിന്നെ P8L അങ്ങനെയുള്ള മോഡൽസ്, P7L, അതൊക്കെ താഴേക്ക് വരുന്നതൊക്കെ നോർമൽ QLED മോഡൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതാണ് ഒരു 55 ഇഞ്ചിൽ നമുക്കിന്ന് കാണാൻ പറ്റുന്ന ഒരു സെനാറിയോ സിറ്റുവേഷൻ. 65 ഇഞ്ച് TV-യിൽ നമ്മൾ ഇപ്രാവശ്യം വീഡിയോ ചെയ്യുന്നില്ല, കാരണം ഓൾമോസ്റ്റ് 55 ഇഞ്ചിലുള്ള എല്ലാ മോഡൽസിൻ്റെയും തന്നെ വലിയ സൈസ് തന്നെ ആയിരിക്കും 65. മിനി LED-ൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ കൂടുതൽ ഡിമ്മിങ് സോൺസും കാര്യങ്ങളൊക്കെ കൂടും, ബ്ലാക്ക് ലെവൽസ് ഒക്കെ കൂടുതൽ ബെറ്റർ ആയിട്ട് കിട്ടും. എന്തെങ്കിലും നിങ്ങൾക്ക് 65 ഇഞ്ചിൽ ഏതെങ്കിലും സ്പെസിഫിക് മോഡൽസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാനത് നോക്കിയിട്ട് പറഞ്ഞത്. ഇനി അടുത്ത സീരീസ് മുതൽ നമ്മൾ കുറച്ച് ബ്രാൻഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള TV വീഡിയോസാണ് ചെയ്യുന്നത്. അതായത് സോണിൻ്റെ 2026 TV ലൈനപ്പ് എങ്ങനെയാണ്, TCLൻ്റെ എങ്ങനെയാണ്, അങ്ങനെ ഒരു സീരീസ് ഓഫ് വീഡിയോസും കൂടെ നമ്മൾ ഈ ഒരു മാസത്തോടു കൂടി ചെയ്യുന്നതാണ്. റിവ്യൂസ്, ഒരു കാനൻ്റെ പുതിയൊരു ഡ്യൂപ്ലെക്സ് പ്രിൻ്ററിൻ്റെ റിവ്യൂ, OnePlusൻ്റെ Nord 6 CE റിവ്യൂ, അങ്ങനെ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള റിവ്യൂസും വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ദിസ് ഇസ് ജുനൈദ് സൈനിങ് ഓഫ് ഫോർ ദിസ്.